ഇന്ന് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ശക്തമായ ആക്രമണം നടത്തി. തെക്കുകിഴക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഫ്രീ ട്രേഡ് ഇൻഡസ്ട്രിയൽ സോണിന് പിന്നിലുള്ള കോലാക്കി മലനിരകളിലെ സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്ക ലക്ഷ്യം വെച്ചത്. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വോയിസ് ഓഫ് അമേരിക്കയുടെ പേർഷ്യൻ സർവീസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനമുള്ള ഇറാന്റെ ഏക ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. ഇന്ത്യ വലിയ നിക്ഷേപം നടത്തിയിട്ടുള്ള ഈ തുറമുഖം പ്രാദേശിക വ്യാപാരത്തിന് അതീവ പ്രധാനമാണ്. 2026 ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം വൺ ബാരൽ ആഫ്റ്റർ അനദർ, മികച്ച നടൻ മൈക്കൽ ബി ജോർഡൻ, മികച്ച നടി ജെസി ബക്ലി, മികച്ച സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ്, മികച്ച സഹനടൻ സാമുവൽ എൽ ജാക്സൺ, മികച്ച സഹനടി ടോണി കോളറ്റ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം വൺ ബാരൽ ആഫ്റ്റർ അനദർ. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ഉൾപ്പെടെ 6 പുരസ്കാരങ്ങളാണ് ഈ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. മികച്ച അന്താരാഷ്ട്ര ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ള ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് എന്ന ചിത്രമാണ്. മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോ. അമേരിക്ക ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടയിൽ ഇന്ത്യൻ പതാക വഹിച്ച ക്രൂഡ് ഓയിൽ ടാങ്കറായ ജഗ്ലാഡ്കി ഇന്ന് ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള അതിശക്തമായ സുരക്ഷാ ഭീഷണിയുള്ള മേഖലയിൽ നിന്ന് വിജയകരമായി പുറത്തുകടന്നു. ഇറാനിയൻ സേനയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾക്കിടയിലും ഇന്ത്യൻ നാവികസേനയുടെ സഹായത്തോടെയാണ് കപ്പൽ ഈ അപകട മേഖല പിന്നിട്ടത്. ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറിയിലേക്കുള്ള ക്രൂഡ് ഓയിലുമായാണ് ഈ കപ്പൽ വരുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം വിന്യസിച്ചിട്ടുള്ള ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS കൊൽക്കത്ത ജഗ്ലാഡ്കിക്ക് ആവശ്യമായ സുരക്ഷാ കവചം ഒരുക്കി. അന്താരാഷ്ട്ര എണ്ണ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി പുറത്തെത്തിയത് രാജ്യത്തെ ഇന്ധന വിപണിക്ക് വലിയ ആശ്വാസമാണ്.